അസ്സലാമലൈക്കും. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ സൗണ്ടിന് കുറച്ച് പ്രശ്നമുണ്ട്, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുമെന്നറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ഇടണ്ടെന്നൊക്കെ ആദ്യം വിചാരിച്ചു. പിന്നെ എനിക്കൊരു വിഷമം, നിങ്ങളുടെ കമൻറ്റ് എല്ലാ ദിവസവും കണ്ടേ കമൻറ്റ് കാണാണ്ടിരിക്കുമ്പോൾ ഒരു വിഷമമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എങ്ങനെയെങ്കിലും ഒരു വീഡിയോ ആയിട്ട് വരണത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ കാണിച്ചു തരുന്ന മെറ്റീരിയൽ ഒരു നൈറ്റി ബിറ്റാണ് കേട്ടോ. നൈറ്റിയുടെ മെറ്റീരിയലാണ്. 3 മീറ്റർ നീളമുണ്ട്, 4 മടക്കിയിട്ടേക്കാണ് കേട്ടോ. വീതി നോക്കിയേ 22, അതായത് 44 ഇഞ്ച് വീതിൻ്റെ റയോൺ മെറ്റീരിയലാണ്. 165 രൂപക്കാണ് കേട്ടോ എനിക്കിത് കിട്ടിയത്. അതായത് ബ്രോഡ്വേയിൽ മുംബൈ പ്രിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചപ്പോഴും അതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് വെച്ചൊരു കുർത്തിയാണ് കട്ട് ചെയ്യണത്. ആദ്യത്തെ ഷോൾഡർ മാർക്ക് ചെയ്തു, കൈക്കുഴി മാർക്ക് ചെയ്തു, ചെസ്റ്റ് മാർക്ക് ചെയ്തു. ചെസ്റ്റ് 44 ഇഞ്ച് ചെസ്റ്റ് അളവ് എന്ന് പറയുമ്പോൾ 11 ഞാനവിടെ മാർക്ക് ചെയ്യണത് കേട്ടോ. സൈസിലാണ് ഞാൻ മാർക്ക് ചെയ്യണത്. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് മാറ്റിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു 15 ഇഞ്ചാണ് ബോഡി ലെങ്ത്തെങ്കിൽ 1 ഇഞ്ച് കൂട്ടിയിട്ട് 16 ഇഞ്ചിൽ ഇതാ ബോഡി ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ 11 ഇടുമ്പോൾ നമ്മുടെ വേസ്റ്റ് ഭാഗത്ത് 10 ഇഞ്ച് ഇടുക കേട്ടോ. അത് സൈസ് ബേസ് ചെയ്യുമ്പോഴാണ് കേട്ടോ അങ്ങനെ ചെയ്യേണ്ടത്. അളവെടുക്കുമ്പോൾ വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ 11 ഇട്ടപ്പോൾ ഇവിടെ 10 ഇഞ്ച് ഇട്ടു കേട്ടോ. എന്നിട്ട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് നേരേക്ക് വരച്ചെടുക്കാം. അപ്പോൾ നീളത്തിൽ ഇങ്ങോട്ട് വരക്കാണ് കേട്ടോ. ഞാനപ്പോൾ ചെയ്യണ കുർത്തി വേറൊരു മോഡലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫുള്ളായിട്ട് വെട്ടിക്കഴിയുമ്പോൾ കറക്റ്റായിട്ട് കാര്യം മനസ്സിലാവും കേട്ടോ. എന്നിട്ട് ബാക്കി ഉള്ള മെറ്റീരിയൽ, അതായത് നമ്മുടെ ബോഡി പാർട്ട് എടുത്തതിന് ശേഷമുള്ള മെറ്റീരിയൽ നമുക്ക് അളന്ന് നോക്കണം. അതിന് മുമ്പ് നമുക്ക് യോക്ക് പാർട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എന്താ കൈക്കുഴിയൊക്കെ ഒന്ന് കറക്റ്റാക്കി മാർക്ക് ചെയ്ത് വരച്ചതിന് ശേഷം എന്താ ഇവിടെ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് ഞാൻ ആം ഹോൾ വരക്കുകയാണ്. അപ്പോൾ അളവുകളൊന്നും ഞാൻ പറയണില്ല, എന്താ വെച്ചാൽ സൈസ് ബേസ് ആയതുകൊണ്ട് തന്നെ ഒരു 44 ഇഞ്ച് ചെസ്റ്റ് അളവിലാണ് ഞാൻ ചെയ്യണത് കേട്ടോ. ഇറക്കം എത്രത്തോളം നമുക്ക് കിട്ടുന്നോ അത്രയും എടുക്കേണ്ടത്. 3 മീറ്ററിൽ ഒരുപാട് ഇറക്കമൊന്നും കിട്ടില്ല. അതാ ഈ ഭാഗത്തു നിന്നാണ് നമുക്ക് കൈ എടുക്കേണ്ടത്. അപ്പോൾ കൈ വെട്ടുമ്പോൾ കൈ എങ്ങനെയാണ് കിട്ടണതെന്നുള്ള കാര്യമൊക്കെ 3/4 എങ്ങനെ കിട്ടുമെന്നൊക്കെ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഹാഫ് സ്ലീവ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ എടുക്കണമെന്നുള്ള കാര്യമൊക്കെ. ഇനി നമുക്കിതാ യോക്ക് പാർട്ടിന് താഴേക്കുള്ള പോർഷൻ ഞാനിങ്ങനെ അളന്ന് നോക്കുകയാണ് എത്ര ഇഞ്ച് മെറ്റീരിയൽ ഉണ്ടെന്ന്. അപ്പോൾ അറ്റം വരെ അളന്നപ്പോൾ എനിക്ക് ഒരു 40 ഇഞ്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 40 ഇഞ്ചിന് നമുക്ക് 3ആയിട്ടല്ല 39 ഇഞ്ച്, എന്നാലല്ലേ 3ആയിട്ട് മടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 39 ഇഞ്ച് വെച്ചിട്ട് ഞാനിങ്ങനെ ഒന്ന് ടേപ്പ് 3ആയിട്ട് മടക്കി നോക്കുകയാണ്. അതായത് 39 ഡിവൈഡഡ് ബൈ 3. അപ്പോൾ എനിക്ക് 13 ഇഞ്ച് കിട്ടിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ആ 13 വെച്ച് 3 പ്രാവശ്യം ഞാൻ കട്ട് ചെയ്യാൻ പോവാണ്. നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട് കേട്ടോ. ബിഗിനേഴ്സിന് വേണ്ടിയുള്ള ക്ലാസ് ഉണ്ട്. അതിപ്പോൾ 1-ാം തീയതി സ്റ്റാർട്ട് ചെയ്യാണ്. താല്പര്യമുള്ളവർ ഇതായി കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. ബിഗിനേഴ്സ് ഒന്നും അറിയാത്തവരാണെങ്കിൽ നല്ല രീതിയിൽ തയ്യൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ തയ്യൽ കുറച്ചൊക്കെ അറിയാവുന്നവർക്ക് പുതിയ തുണി വെട്ടുമ്പോൾ ഉള്ള ധൈര്യക്കുറവ് എല്ലാം മാറിക്കിട്ടും കേട്ടോ. ധൈര്യമായിട്ട് നമുക്ക് പുതിയ തുണി എടുത്ത് വെട്ടി തയ്ക്കാൻ പറ്റും. പെറ്റിക്കോട്ട് മുതൽ ബ്ലൗസ് വരെ, അതായത് ചുരിദാർ, നൈറ്റി, ഉടുപ്പ്, പാവാടകൾ, ബ്ലൗസ് എല്ലാം ഞാൻ പഠിപ്പിച്ച് തരും കേട്ടോ. വെറും 1000 രൂപക്കാണ് ഞാൻ പഠിപ്പിക്കുന്നത്. 2 മാസം കൊണ്ട് ഇതെല്ലാം പഠിപ്പിച്ച് തരും. ടോട്ടൽ 1000 രൂപയാണ് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ ഇതായി കാണുന്ന നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. 1-ാം തീയതിയാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. കുറേ പേര് കയറിയിട്ടുണ്ട്, ചേർന്നിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലുമൊക്കെ ചേരണമെങ്കിൽ എന്നെ വിളിക്കാം കേട്ടോ. അപ്പോൾ ആ 13 അടയാളപ്പെടുത്തിയിട്ട് ഞാൻ നീളത്തിൽ വരച്ചെടുക്കുകയാണേ. തൊണ്ടയ്ക്ക് ഭയങ്കര വേദനയുണ്ട്, പക്ഷേ ടെസ്റ്റ് ചെയ്തു കേട്ടോ. കൊറോണയൊന്നും അല്ല. നമുക്കിപ്പോൾ എന്ത് വന്നാലും പെട്ടെന്ന് കൊറോണയാണോ എന്നുള്ളൊരു പേടിയാണ്. ഞാൻ എന്നിട്ട് ഇപ്പോൾ എന്താ ചെയ്യണതെന്നറിയോ, ഇത്തിരി ചൂടുവെള്ളം എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഇത്തിരി ഉപ്പിട്ടിട്ട് ഒരു ചെറുനാരങ്ങയുടെ നീര് കുറച്ച്, ഒരു ചെറുനാരങ്ങയല്ല കേട്ടോ, കുറച്ച് ഒരു 2-3-4 തുള്ളി അതിൻ്റെ അകത്ത് ഒഴിച്ചിട്ട് അത് കുടിക്കണം. അപ്പോൾ കുടിക്കുമ്പോൾ നല്ല ആശ്വാസമുണ്ട് കേട്ടോ. വേദനയ്ക്കൊക്കെ കുറവുണ്ട്. അത് വെച്ച് ഗാർഗിൾ ചെയ്താലും നല്ല ആശ്വാസമുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് രാവിലെ എനിക്ക് ഒട്ടും സംസാരിക്കാൻ പറ്റില്ല, പക്ഷേ ഇതൊക്കെ ഈ ചൂടുവെള്ളം ചെറുനാരങ്ങ ഇട്ടിട്ട് ഇങ്ങനെയൊക്കെ കുടിച്ചും ഗാർഗിൾ ചെയ്തൊക്കെ കഴിയുമ്പോൾ എൻ്റെ സൗണ്ട് ഇത്രയൊക്കെ ആയി വരണുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ തൊണ്ടവേദന ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വൈറ്റമിൻ സി ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ബോഡിക്ക് നല്ലതാണല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ നോക്കി ഞാൻ ബോഡി പാർട്ട് കട്ട് ചെയ്തെടുക്കുകയാണേ. നമുക്ക് തൊണ്ടവേദനയാണ്,
ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് അനങ്ങാണ്ടിരിക്കാൻ പറ്റുമോ? അടുക്കളയിലെ പണിയെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഇതും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് പോയി ടെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളും ഉള്ളതാണ്, തീരെ ചെറിയ മക്കളല്ല, എന്നാലും നമുക്ക് പിള്ളേരുടെ കാര്യം ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ കുഴപ്പമൊന്നുമില്ല, കൊറോണയൊന്നുമല്ല. ഇപ്പം ഭയങ്കര ഈ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഇതുണ്ടല്ലോ, എന്താ പറയുക, തണുപ്പും ചൂടും, പകൽ ചൂടും രാത്രി തണുപ്പും, ആ ഒരു കാലാവസ്ഥയുടെ ആയിരിക്കാം എല്ലാം മിക്കവർക്കും ഉണ്ട് ഈ സംഭവം. നല്ല തലവേദന ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കഫക്കെട്ടിൻ്റെയാണ് പ്രശ്നം. എന്തായാലും ഇപ്പോൾ ഒരു ഇത്തിരി ആശ്വാസമുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ദാ ഞാൻ ആ 13 3 പീസ് കട്ട് ചെയ്തെടുത്ത്, 3 പീസ് എന്ന് പറയുമ്പോൾ 6 പീസ് കിട്ടും കേട്ടോ. അടിയിലും മുകളിലും 4 മടക്കിയിട്ടൊക്കെയല്ലേ നമ്മൾ. ഇത് നമ്മുടെ കൈക്ക് വേണ്ട പോർഷനാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല റയോൺ മെറ്റീരിയലാണ് കേട്ടോ, നല്ല കട്ടിയുണ്ട്. 165 രൂപക്ക് നല്ല ലാഭമാണ്. എന്താ വെച്ചാൽ 3 മീറ്ററാണ് നമുക്ക് 165 രൂപക്ക്, ഒരു 50 രൂപയിൽ മുകളിലേ വന്നിട്ടുള്ളൂ ഒരു മീറ്ററിന്. അപ്പം നിങ്ങൾ എറണാകുളത്ത് വരികയാണെങ്കിൽ മുംബൈ പ്രിൻറ്റിൽ കയറി വാങ്ങിച്ചോട്ടോ. അത് ഹോൾസെയിൽ കടയാണ്, 10 ഒറ്റ എടുക്കണം തോന്നണു. എങ്കിലും ആ കട ഞാൻ കാണിച്ചിട്ടില്ല. അവിടെ നിന്ന് എടുത്ത ബില്ലും കാര്യങ്ങളൊക്കെ ഞാൻ ഒരു ദിവസം വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഓരോരുത്തർ ചോദിച്ചു അതിൻ്റെ ലിങ്ക്, അതുകൊണ്ടാണ് ഞാൻ ഷോപ്പിൻ്റെ പേര് ഒന്നുകൂടെ പറയണേ കേട്ടോ. മുംബൈ പ്രിൻസ് എന്നാണ്. ഞാൻ അവിടെ നിന്ന് ഒരുപാട് മെറ്റീരിയൽസ് മുമ്പും എടുത്തിട്ടുണ്ട്. നല്ല മെറ്റീരിയലാണ്, എല്ലാം ഉണ്ട്. വർദ്ധമാൻ്റെയും ശൈലജയുടെയും എല്ലാ മെറ്റീരിയലും അവിടെ കിട്ടും കേട്ടോ. അപ്പോൾ അതാ ഈ പീസുകൾ ഞാൻ എടുത്ത് മാറ്റി വെക്കുകയാണ്, താഴത്തേക്കുള്ളത്. അപ്പോൾ അതൊന്ന് മടക്കി മാറ്റി വെക്കുകയാണ്. ഇനി നമുക്ക് ഇതാണ് കൈ എടുക്കേണ്ടത്. കൈ ഞാൻ വെട്ടി കാണിച്ചു തരാം കേട്ടോ. ഇത് നമുക്ക് യോക്ക് പാട്ടാണ്, ഇപ്പോൾ മടങ്ങിയിരിക്കുകയല്ലേ, അതൊന്ന് നമുക്ക് 2ആക്കി കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ പൂക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് കിടക്കണം, അതുകൊണ്ട് തന്നെ ഞാൻ തിരിച്ചു മറിച്ചൊന്നും ഇട്ട് വെട്ടിയില്ല. ഞാൻ നേരിട്ട് അങ്ങോട്ട് വെട്ടുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ പൂക്കൾ ഒരു സൈഡിലേക്ക് മാത്രമാണെങ്കിൽ നമുക്ക് ഇതേപോലെ കറക്റ്റായിട്ട് വെട്ടാൻ പറ്റില്ല. വെട്ടിയെടുത്തതിന് ശേഷം മാത്രമേ വെട്ടാൻ പറ്റുള്ളൂ കേട്ടോ, 2ആക്കി മുറിച്ചതിന് ശേഷം. അപ്പോൾ ഇതാ യോക്ക് പാട്ട് 2ആക്കിയിട്ടുണ്ട്. ഇനി ഫ്രണ്ട് സൈഡിൽ നമുക്ക് കൈക്കുഴി ഒന്ന് കുഴിച്ച് വെട്ടാം. നൈറ്റി അടിക്കാൻ നല്ലതാട്ടോ, നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. പിന്നെ ഇപ്പോൾ കുർത്തി അടിച്ചാൽ അതിനും നല്ലതാണല്ലോ. 165 രൂപ കുർത്തി കിട്ടുക എന്ന് പറഞ്ഞാൽ അത് നല്ല വലിയ കുർത്തി കിട്ടുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാഭമല്ലേ. ഇത്ര ഉള്ളൊരു കുർത്തി വാങ്ങിക്കണമെങ്കിൽ എത്ര രൂപ കൊടുക്കണം നമുക്ക്? ഒരു 500-600 രൂപ കൊടുക്കണം. നമുക്കിപ്പോൾ ഷോപ്പിലിട്ട് വിൽക്കാനാണെങ്കിലും ഒരു 600 രൂപക്കൊക്കെ നമുക്ക് വിൽക്കാൻ പറ്റും. ഇതിപ്പോൾ എനിക്കിടാമെന്ന് വിചാരിച്ചിട്ട് തയ്ച്ചതാണ് കേട്ടോ. അപ്പോൾ ദാ ഈ പീസിൽ നിന്നാണ് നമ്മൾ കൈ എടുക്കുന്നത്. അപ്പം എപ്പോഴും ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്ക് 3/4 സ്ലീവാണ് ഇഷ്ടം പുറത്തിടാനാണെങ്കിൽ. വീട്ടിലാണെങ്കിൽ ഹാഫ് സ്ലീവ് ഞാൻ ഇടും. അപ്പോൾ ഹാഫ് സ്ലീവ് ഇടാണെങ്കിൽ 3/4 നമുക്ക് ഇങ്ങനെ നീളത്തിലെടുക്കാട്ടെ. ഇവിടെ ഒരു ജോയിൻറ്റ് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് 3/4 കിട്ടും. ഇതിൻ്റെ ലെങ്ത്ത് ഞാനൊന്ന് അളന്ന് പറഞ്ഞുതരാം കേട്ടോ. 16 ഇഞ്ച് ലെങ്ത്ത് ഉണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് 3/4 കിട്ടും കേട്ടോ. അപ്പോൾ പിന്നെ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, അവിടെ ഒന്ന് ജോയിൻ ചെയ്യേണ്ട കാര്യമുള്ളൂ. നമുക്കത് ഈ മോൾ ഭാഗത്ത്, അതായത് മടക്ക് ഭാഗത്തു നിന്ന് അവിടെ 4.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ടേക്ക് നമുക്ക് കൈയിൻ്റെ വണ്ണം, അതായത് നമ്മുടെ കൈയിൻ്റെ വീതി, കൈവണ്ണം അല്ല കേട്ടോ, കൈ എടുക്കുന്നതിൻ്റെ വീതി, അതായത് ഷോൾഡർ, കൈക്കുഴി എത്രയാണോ എടുത്തത് അതിനേക്കാൾ 1 ഇഞ്ച് കൂടുതലായിട്ടോ നമുക്ക് അവിടെ മാർക്ക് ചെയ്താൽ മതി കേട്ടോ. 1 ഇഞ്ച് കൂടുതൽ നമുക്ക് ആ ഭാഗവും കൂടെ അടിക്കണമല്ലോ, അവിടെ ഓപ്പൺ ആണല്ലോ. അപ്പോൾ അവിടെയും കൂടെ അടിക്കാനുള്ള സ്പേസും കൂടെ ഇട്ടിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കൈതേ കറക്റ്റ് ചെയ്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഞാൻ നമ്മുടെ ഇന്നലത്തെ വീഡിയോയിൽ, ആ കഴുത്ത് റെഡിയാക്കണ വീഡിയോയിലേ, ഞാനിങ്ങനെ ഒരു കുട്ടി വന്നിട്ട് ഇതുപോലെ എനിക്ക് നെഗറ്റീവ് കമൻറ്റ് ഇട്ടെന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി സപ്പോർട്ട് കിട്ടിയിട്ട് എനിക്ക് ഒരുപാട് സന്തോഷമായി. ഒരു നെഗറ്റീവ് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി പോസിറ്റീവ് എനർജി കിട്ടി. നിങ്ങളുടെ കമൻറ്റ് വായിക്കുമ്പോഴുണ്ടല്ലോ എനിക്ക് വായിക്കാൻ പറ്റണ്ടായില്ല, തലവേദനയായിട്ടേ. എന്നിട്ട് ഞാൻ ചോദിച്ചു, മോനെ എന്താ കമൻറ്റ് വന്നേക്കണേന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മോൻ വായിച്ചു തരിക കേട്ടോ ചെയ്തത്. ഒത്തിരി സന്തോഷമായി. അപ്പോൾ അവൻ പറയണം, ഉമ്മച്ചിയുടെ തലവേദന പനിയൊക്കെ ഇപ്പോൾ മാറുമല്ലോ, അത്രയും പോസിറ്റീവ് കമൻറ്റ്സ് വന്നിട്ടുണ്ട്. ഒരുപാട് സന്തോഷമായി കേട്ടോ. ഞാൻ മറുപടി ഇടാം കേട്ടോ, തലവേദന ഒന്ന് മാറിയിട്ട് ഞാൻ മറുപടി ഇടാം. എന്ന് വെച്ചാൽ ഫോണിലേക്ക് നോക്കിയിരിക്കുമ്പോഴേ കുഞ്ഞു കുഞ്ഞു അക്ഷരങ്ങളാണല്ലോ, അതൊന്ന് എഴുതി ടൈപ്പ് ചെയ്തെടുക്കുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അത് മാറിക്കഴിഞ്ഞിട്ട് ഞാൻ എല്ലാത്തിനും മറുപടി ഇടാം കേട്ടോ. ഇപ്പോൾ ഒരുപാട് സന്തോഷം, എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയണില്ല, അത്ര സന്തോഷം കേട്ടോ. അപ്പോൾ അതായത് ക്യാൻവാസാണ്. ക്യാൻവാസ് ഇതാ 2ആക്കി മടക്കിയെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് സ്ക്വയറിനൊക്കെ കട്ട് ചെയ്യാം കേട്ടോ. അതിനായിട്ട് ഇതാ 3.5 ഇഞ്ച് അകലത്തിൽ ഞാൻ ഇതാ ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്, മടക്ക് ഭാഗത്തു നിന്ന് ഓപ്പൺ ഭാഗത്തേക്ക്. അപ്പോൾ നമുക്കിപ്പോൾ 44 ഇഞ്ചൊക്കെ ആണെങ്കിൽ 3.5 ഇഞ്ച് കൊടുക്കാം കേട്ടോ. സ്ക്വയർ ആകുമ്പോൾ അധികം വൈഡ് കൊടുക്കരുത് കേട്ടോ. എന്നിട്ട് ഇതാ 6 ഇഞ്ച് ഇറക്കം കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. 6 ഇഞ്ചാണ് ഞാൻ ഇറക്കം കൊടുക്കുന്നത്. ഈ സ്ക്വയറിന് ഒരു പ്രത്യേകതയുണ്ട്, ഒരുപാട് വലുതായിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബ്രസ്റ്റിൻ്റെ സൈഡ് കാണും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒരുപാട് ഇറക്കത്തിൽ തയ്ക്കരുത്. നമുക്കിപ്പോൾ 6 വേണ്ടെങ്കിൽ അതിൽ നിന്ന് 1/2 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് 6 കൊടുക്കുക കേട്ടോ.
അതുപോലെ തന്നെ ഒരുപാട് വൈഡും കൊടുക്കരുത്. അല്ലെങ്കിൽ പിന്നെ ബക്കറ്റ് ഷേപ്പിലൊക്കെ ചെയ്യണം. അതായത് അടിഭാഗത്ത് വിരിവ് കുറച്ചിട്ടേ അങ്ങനെ വേണേൽ ചെയ്യാം. എനിക്ക് പക്ഷേ അതിനോടൊട്ടും താല്പര്യമില്ല. എനിക്ക് നേരെ സ്ക്വയറാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ, അപ്പോൾ അതനുസരിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ. ഞാനിപ്പോഴാണ് കാണുന്നത്, എന്നെയും കാണുന്നുണ്ട്. അതെന്ന് വെച്ചാൽ ആ വെള്ള തുണിയിൽ ഇട്ടത് വെട്ടി നിങ്ങൾ കാണില്ലല്ലോ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ തുണി മാറ്റിയിട്ട് ഗ്ലാസിൻ്റെ പുറത്തിട്ട് വെട്ടിയത് കേട്ടോ. പോട്ടെ. അപ്പോൾ ഞാൻ സ്ക്വയർ നെക്ക് വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. നിവർത്തി കാണിച്ചു തരാം. കണ്ടോ? അപ്പോൾ ഇത് നല്ല സ്ക്വയറായിട്ട് കിട്ടിയിട്ടുണ്ട്, 3.5 6. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ബാക്ക് പോർഷനും കൂടെ വെട്ടിയെടുക്കാം. ബാക്ക് പോർഷൻ സ്ക്വയർ അല്ല കേട്ടോ, യു തന്നെയാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് ക്യാൻവാസിൽ വേണമെങ്കിൽ വെട്ടാം, അല്ലെങ്കിൽ ഇങ്ങനെ ക്രോസ് പീസ് വെച്ച് തയ്ച്ചാലും മതി. ഇതിപ്പോൾ ഞാൻ ക്യാൻവാസിൽ ഒന്നുകൂടെ ക്യാൻവാസിൽ തന്നെ വെട്ടിയെടുക്കണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കനം കുറവ് വരുമല്ലോ, ലൈനിങ് ഇല്ലാണ്ടല്ലേ നമ്മൾ തയ്ക്കുന്നത്. അപ്പോൾ ഒരിത്തിരി ബലത്തിൽ ഇരിക്കാൻ വേണ്ടിയിട്ടേ 3.5 ഇഞ്ച് കഴുത്തിറക്കം മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് റൗണ്ട് നെക്ക് വരച്ചു കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഷായ്സ് കിച്ചണിൽ ഇന്ന് ഞാനൊരു വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. നല്ല കുടംപുളി ഇട്ട് വെച്ച നാടൻ അയലക്കറിയുടെ വീഡിയോ കണ്ടു നോക്കണേ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ നോക്കി, ബാക്ക് നെക്കും റെഡി ആയിട്ടുണ്ട്, ഫ്രണ്ട് നെക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നാളെ നമുക്ക് തയ്ച്ചെടുക്കാം കേട്ടോ. എല്ലാം കൂടെ എന്നെ കൊണ്ട് പറ്റില്ല, നാളെ തയ്ച്ചെടുക്കാം കേട്ടോ. താങ്ക് യു.